നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനുമെതിരെ MLS അച്ചടക്ക നടപടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ MLS മത്സരത്തിൽ, ന്യൂയോർക്ക് സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. റഫറിയുമായിട്ട് കളി കഴിഞ്ഞിട്ട് മെസ്സി തർക്കിച്ചു. അതിൻ്റെ ഫലമായിട്ട് മെസ്സിക്ക് യെല്ലോ കാർഡ് കൊടുത്തു. ആ യെല്ലോ കാർഡും വാങ്ങി മടങ്ങി പോകുന്ന പോക്കിലാണ് ന്യൂയോർക്ക് സിറ്റിയുടെ അസിസ്റ്റൻ്റ് കോച്ചുമായിട്ട് മെസ്സി തർക്കിച്ചത്. അത് കഴിഞ്ഞ് പിൻവാങ്ങി എന്ന് തോന്നി മെസ്സി, പക്ഷേ പിന്നീട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അയാളുടെ പിൻകഴുത്തിന് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനെതിരെ എന്ത് നടപടി MLS എടുക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. മെസ്സിക്ക് വിലക്ക് വന്നേക്കും എന്ന തരത്തിൽ ചിലർ റിപ്പോർട്ടുകളും കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വിലക്കില്ല, മെസ്സിയെ വിലക്കുന്നില്ല. പകരം മെസ്സിക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള പെനാൽറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഫൈനാണ് കൊടുത്തിരിക്കുന്നത്. അതാവട്ടെ എത്രയാണെന്ന് MLS ഡിസ്ക്ലോസ് ചെയ്യുന്നുമില്ല. നമ്മളതിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. ദി MLS ഡിസിപ്ലിനറി കമ്മിറ്റി took the decision to fine Inter Miami forward Messi following an incident at the end of the 2-2 draw with New York City FC on 21st February. ഇപ്പോൾ ഫെബ്രുവരി 22 ഉണ്ടായിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് ലിയോ മെസ്സിക്ക് ഇപ്പോൾ ഫൈൻ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. മെസ്സി ഹാസ് ബീൻ ഫൈൻഡ് ആൻ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് ബൈ ദി MLS ഫോർ വയലേറ്റിംഗ് ദി ലീഗ്സ് പോളിസി റിലേറ്റിംഗ് ടു റേസിംഗ് ഹാൻഡ്സ് ടു ദി ഫേസ്, ഹെഡ് ഓർ നെക്ക് ഓഫ് എൻ ഓപ്പണൻറ്റ്. അപ്പോൾ അതാണ് ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തീരുമാനം. എത്ര എമൗണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഫൈനാൻഷ്യൽ ഫൈൻ ഇട്ടിരിക്കുകയാണ്. അത് അവരുടെ ആ ലീഗ് പോളിസി വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ലീഗ് പോളിസി എന്താണെന്ന് വെച്ചാൽ കൈ ഉയർത്തുക, എതിരാളിയുടെ മുഖത്തിന് നേരെയോ തലക്ക് നേരെയോ കഴുത്തിന് നേരെയോ കൈ ഉയർത്തുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതൊരു വയലേഷനാണ്. അതിനാണ് മെസ്സിക്ക് ഫൈൻ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൂയിസ് സുവാരസിനും ഫൈൻ ഇട്ടിരിക്കുകയാണ്. സെയിം പോളിസി ലൂയിസ് സുവാരസും വയലേറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ MLS പറയുന്നത്. അതിൻ്റെ കാരണം ആ കളിയിലെ ഫസ്റ്റ് ഹാഫിൻ്റെ സമയത്ത് ബെർക്കറീസ എന്ന ന്യൂയോർക്ക് സിറ്റി താരത്തെ അദ്ദേഹം പിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനാണ് മെസ്സിയുടെ സെയിം ശിക്ഷ ഇപ്പോൾ ലൂയിസ് സുവാരസും ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ വരുമ്പോൾ ഇന്റർ മയാമി ആരാധകർക്ക് ഒരർത്ഥത്തിൽ ആശ്വാസമാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് ഒരു വിലക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ അതിലേക്ക് പോയില്ല, ബാനിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ ഹൂസ്റ്റൺ ഡൈനാമോക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും കളിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.